ഇന്നലെ അൻവർ എന്നെ വിളിച്ചിരുന്നു. അൻവർ എന്നോട് പറഞ്ഞു ഒരു അറസ്റ്റും ഉണ്ടായിട്ടില്ല, ചോദ്യം ചെയ്യൽ മാത്രമാണ്. ഇന്നലെ 5 മണിയായപ്പോൾ തീർന്നു. അത് അദ്ദേഹമായിട്ട് ചർച്ച ചെയ്യും. ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ പാർട്ടിയായിട്ട് ചർച്ച ചെയ്യും. എനിക്ക് ദയവായി എല്ലാ മാധ്യമങ്ങളോടും ഒരു അഭ്യർത്ഥനയുണ്ട്. പഞ്ചായത്തിൽ പോലും മത്സരിക്കാൻ യോഗ്യതയില്ലാത്ത ആളുകളെ നിയമസഭയിലേക്ക് പരിഗണിക്കുന്നതെന്ന് പറഞ്ഞ് നിങ്ങൾ വാർത്ത കൊടുക്കും. ദയവായി ഒരു അഭ്യർത്ഥനയുണ്ട്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അതിൻ്റെ പേരിൽ വലിയ പ്രതിസന്ധി നേരിടുകയാണ്. കോൺഗ്രസ് മാത്രമല്ല, എല്ലാ പാർട്ടികളും വെറുതെ ആളുകളുടെ പേര് എടുത്തു കൊടുത്ത് വെറുതെ പല ആളുകൾ എൻ്റെ പേര് വന്നില്ല എന്ന് പറഞ്ഞാണ് ബഹളം. ദയവായി അങ്ങനെ ഒരു സഹായം ചെയ്തു തരണം. സീറ്റ് ചർച്ച ഒന്നും ആയിട്ടില്ല. അല്ല, എല്ലാ പാർട്ടിയിലും പ്രശ്നമാണ്. എല്ലാവർക്കും വേണ്ടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. സീറ്റ് ചർച്ച ആയിട്ടില്ല, ഒരു നടപടി ആയിട്ടില്ല. ഇതൊക്കെ സമയമുണ്ട്. 90 ദിവസം ഇനി ബാക്കിയുണ്ട്. നിങ്ങളിപ്പോഴേ ആളുകളുടെയൊക്കെ പേരുകൾ ചുമ്മാതെ കൊടുത്ത് വെറുതെ പുലിവാലുണ്ടാക്കരുത്. ഈ സംഭവം വളരെ വ്യക്തമല്ലേ. എന്നോടൊരാൾ വന്ന് പറയുന്നു, എനിക്ക് ആളിനെ അറിയാവുന്ന ആളാണ്. അദ്ദേഹം കുറേ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ എന്നോട് പറഞ്ഞു. അതിന് കുറേ കാര്യങ്ങൾ അദ്ദേഹം എന്നെ കാണിച്ചു തരികയും ചെയ്തു. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, എനിക്ക് ഭയമാണ് ഇത് പറയാൻ, അതുകൊണ്ട് അങ്ങ് ഇത് എന്തെങ്കിലും ഒരു നടപടി എടുക്കണം. ഞാൻ അന്നേരം എന്ത് ചെയ്തു, SITക്ക് ഒരു കത്തയച്ചു. ഇങ്ങനെ ഒരാൾ വന്നിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ ഈ അഭിപ്രായങ്ങളെ എടുക്കാം, ആ അഭിപ്രായങ്ങൾ നിങ്ങൾ കേൾക്കണമെന്ന് പറഞ്ഞു. ഞാൻ SIT എന്നെ വിളിച്ചു. ഞാൻ SITക്ക് പോയി അദ്ദേഹത്തിൻ്റെ നമ്പർ കൊടുത്തു, എല്ലാം ചെയ്തു. There ends the matter for me. എൻ്റെ ജോലി അവിടെ അവസാനിച്ചു. പിന്നെ ഇനി അവർ ചർച്ച ചെയ്തുണ്ടോ ഇല്ലയോ എന്നൊക്കെ കണ്ടുപിടിക്കേണ്ടത് SITയുടെ ജോലിയാണ്. പക്ഷെ ഞാനിപ്പോൾ അന്വേഷിച്ചിട്ട് അറിയുന്നത് SIT ഹൈക്കോടതി കൊടുത്തൊരു കാര്യം, രഹസ്യമായി കൊടുത്തൊരു കാര്യം എങ്ങനെയാണ് ഈ പുറത്തു വരുന്നത്. ഓരോ ദിവസവും ഓരോരുത്തർ ഈ ന്യൂസ് പുറത്തു വിടുകയാണ്. കഴിഞ്ഞ ആഴ്ചയിൽ തന്നെ SIT ഹൈക്കോടതിയിൽ പറഞ്ഞു, ഞങ്ങൾ ഒരു കാര്യവും പുറത്ത് പറയാറില്ല, ഞങ്ങളൊരു വിവരവും പുറത്തു വിടില്ല. അപ്പോൾ ഓരോരുത്തർ ഓരോ ദിവസവും ഓരോ വാർത്ത കൊടുക്കുകയാണ്. അപ്പോൾ എൻ്റെ ജോലി ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ഇത്തരം ഒരു വിവരം കിട്ടിയപ്പോൾ SIT അറിയിച്ചു എന്നുള്ളതാണ് എൻ്റെ ജോലി. അത് കഴിഞ്ഞ് ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ അവർ പരിശോധിക്കട്ടെ. അത് തീർച്ചയായിട്ടും എല്ലാ കാലഘട്ടങ്ങളിലും ചെറുപ്പക്കാർക്ക് വേണ്ടത്ര പ്രാധാന്യം അവസരവും കൊടുത്തിട്ടുള്ള പാർട്ടിയാണ് കോൺഗ്രസ്. മറ്റു പാർട്ടികളിൽ നിന്ന് വ്യത്യസ്തമായി അത് ഞങ്ങൾ ഇത്രയും അത് പരിഗണിക്കുന്നതാണ്. ഇപ്പോഴും ഇപ്പോഴും ഞാൻ ഗൗരവത്തോടെ തന്നെയാണ്. ഈ ന്യൂസ് എവിടെ നിന്ന് വന്നു? അതാണ് ഈ ന്യൂസ് ആരാണ് പടച്ചുവിടുന്നത്? ഓരോ ദിവസവും ഓരോ SITയുടെ വാർത്ത പുറത്ത് വരികയാണ്. SIT തന്നെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞു, ഞങ്ങളൊരു വാർത്തയും കൊടുക്കുന്നില്ല. ഇതാരോ ബോധപൂർവമായി കേസിനെ വളച്ചൊടിക്കാൻ വേണ്ടി ഓരോ വാർത്ത കൊടുക്കുകയാണ്. ഇതേ സംബന്ധിച്ച് എൻ്റെ റോള് SITയുടെ മുമ്പിൽ ചെന്ന് ഈ കാര്യങ്ങൾ പറയുകയും അദ്ദേഹത്തെ അവർ വിളിച്ചു വരുത്തി. അത് പരിശോധിച്ച് തെറ്റുണ്ടോ ഇല്ല ശരിയാണോ എന്നൊക്കെ നോക്കേണ്ടത് അന്വേഷണ ഏജൻസിയാണ്. ഏതാ അല്ല, അറിയിച്ചിട്ട് അത് തെറ്റല്ലേ? ഒരു പേര് ഇത്രയും ഗൗരവമുള്ളൊരു കാര്യം എന്നെപ്പോലെ ഒരാളുടെ അടുക്ക് വന്ന് പറയുമ്പം ഞാനത് SITയുടെ മുമ്പിൽ പറയാൻ ഞാൻ ബാധ്യസ്ഥനാണ്. ഒരു കോഗ്നൈസബിൾ ഒഫൻസാണ്. അതെൻ്റെ മുമ്പിൽ വരുമ്പോൾ ഞാനത് അറിയിക്കണ്ടേ? മറ്റു കാര്യങ്ങൾ അവർ തീരുമാനിക്കണം. ഇന്നലെ അൻവർ എന്നെ വിളിച്ചിരുന്നു. അൻവർ എന്നോട് പറഞ്ഞു ഒരു അറസ്റ്റും ഉണ്ടായിട്ടില്ല, ചോദ്യം ചെയ്യൽ മാത്രമാണ്. ഇന്നലെ 5 മണിയായപ്പോൾ തീർന്നു. അത് അദ്ദേഹമായിട്ട് ചർച്ച ചെയ്യും. ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ പാർട്ടിയായിട്ട് ചർച്ച ചെയ്യും.